ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് രണ്ടും പറയുമ്പോൾ പലതരത്തിലുള്ള സാമ്യതകളുണ്ട് എങ്കിലും രണ്ടും രണ്ടാണ്. അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ നമ്മൾ നിരന്തരം ഫോളോ ചെയ്യുന്നു, അവരുടെ സ്റ്റാറ്റസ് നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്നു, അവരുടെ സ്റ്റോറികൾ നോക്കുന്നു. ശരിക്കും പറയുമ്പോൾ ഒരു പൈങ്കിളി പ്രണയം പോലെ തന്നെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ബോയ് ആണെങ്കിൽ മറ്റൊരു ഗേളിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ അപ്പോൾ തോന്നുന്ന ഒരു വിഷമം. എന്നാൽ ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറിനെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢത, വിശ്വാസത്തിൻ്റെ ആഴം, അതൊക്കെ തന്നെയാണ് യഥാർത്ഥ പ്രണയം നമ്മൾക്ക് മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ പ്രണയിക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് നമ്മൾക്ക് എത്ര ദേഷ്യമോ വാശിയോ എന്തൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വയം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ സ്വയം ഉരുകിത്തീരുകയാണ് ചെയ്യുക. പക്ഷെ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെയും അതൊരു വാശിയിലേക്കും വെറുപ്പിലേക്കും അത് കഴിഞ്ഞ് അത് വൈരാഗ്യത്തിലേക്കും മാറിപ്പോകുന്നുണ്ട്. പ്രണയം ആസ്വദിക്കുന്ന രീതികളിലൂടെ മാറ്റമുണ്ടാവുകയാണെങ്കിലും പ്രണയം ദിവ്യമാണ്, പവിത്രമാണ്. നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ നല്ലൊരു പ്രണയകാലം നിങ്ങൾ ആസ്വദിക്കുക.